കിടിലം പോത്തുമുട്ടിയാട്ടാ ഇന്ന് വന്നിട്ടുള്ളത്. എവിടെയാണെന്നല്ലേ, നമ്മുടെ മലമ്പുഴയുള്ള മുറ ഫാമിക്കാട്ടാ. ഹരിയാനയിൽ നിന്ന് പോയി നോക്കിയാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മുടെ കർഷകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാം ചെയ്തിട്ടുള്ളത്. കുട്ടികളെ നമുക്ക് കണ്ടാലോ, നോക്കിയാൽ ഈ പോത്തുമുട്ടിയുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ കണ്ട, നല്ല ഇടനീട്ടം, നല്ല വലുപ്പമായിട്ടുള്ള കിടിലം കുട്ടികളാട്ടാ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. കണ്ട, നല്ല വാൽനീട്ടം, നല്ല ഇടനീട്ടം, നോക്കിയാൽ കൊമ്പൊക്കെ നോക്കിയേ കണ്ട, ചെറിയ നല്ല കൊമ്പുകളൊക്കെ ആയിട്ടുള്ള കിടിലം കുട്ടിയാട്ടാന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം പോത്തുമുട്ടികളുണ്ട് കേട്ടോ. പിന്നെ ഓരോന്നോരോന്ന് ബുക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട് കണ്ടോ. ഓരോ സ്ഥലത്തേക്ക് ബുക്ക് ചെയ്ത് മാറ്റി വെച്ചുള്ള ഓരോ കുട്ടികളാട്ടാ. കസ്റ്റമർക്ക് വലിയ പോത്തുകളെ വേണമെങ്കിൽ വലിയ പോത്തിനെ വരെ നമ്മുടെ ഫാമിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. അതെ, പോത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കി കിട്ടില്ല. വലിയ പോത്തുകളായിട്ടാ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സ്വതന്ത്രമായിട്ട് അയച്ചു വളർത്തണം കേട്ടോ. സ്വതന്ത്രമായിട്ട് കണ്ട ചേട്ടാ, നമുക്ക് ഈ പ്രാവശ്യം വന്ന ലോഡൊക്കെ കഴിഞ്ഞ ഫുൾ ബുക്കിംഗ് ആണല്ലേ. നമുക്ക് നല്ല ഇനം മുറ പോത്തുംകുട്ടികളെ നോക്കി ഇതുപോലത്തെ ഉള്ള പോത്തുംകുട്ടികളെ നമ്മുടെ കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലോഡ് എന്നാ വരുന്നത്? അടുത്ത ലോഡ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എത്തും. 2 ദിവസത്തിനുള്ള മുറ കുട്ടികൾ. അപ്പൊ ഈ ബുക്കിംഗ് ആയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഇത് കാര്യങ്ങള്? ബുക്കിംഗ് ആയിട്ട് ഒന്നില്ലെങ്കിൽ മറ്റേ നമ്പർ കൊടുക്കണം, അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ പോത്തിന്റെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വരണം, അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലേ. അപ്പൊ ഈ ബുക്കിങ്ങിന് പൈസയും കാര്യങ്ങളുണ്ടോ? പൈസയും കാര്യങ്ങളില്ല. ഇല്ല അല്ലെ. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് പോത്തുകുട്ടികളെ ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പോത്തുകളെ നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാം അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ പോത്തുകുട്ടികളെ നമുക്ക് ഓരോ ലൊക്കേഷനിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് ഓരോ കസ്റ്റമർമാര് പോത്തുകുട്ടികളെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എത്തിക്കാൻ പറ്റുമോ? എത്തിക്കാൻ പറ്റും. അത് പക്ഷെ ദൂരത്തിനനുസരിച്ച് വണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ വണ്ടി ഇപ്പോൾ ഇതാക്കണേ, അതിനനുസരിച്ച് ദൂരത്തിനനുസരിച്ചുള്ള എക്സ്പെൻസ് അത് അവരാരെന്നെ കൊടുക്കണം അല്ലേ. അതല്ല, നമ്മളിത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ബ്രീഡ് പോത്തിനാണ് ഇപ്പൊ ഇത് കൊണ്ടുപോകുന്നത്. അതേതാണ് ബ്രീഡ് ചേട്ടാ? ഭൂരി എന്ന് പറഞ്ഞ ബ്രീഡാണല്ലേ ഈ പോത്തുംകുട്ടി. ഇതുപോലെ നമ്മുടെ കസ്റ്റമർമാർക്ക് ഇഷ്ടപ്പെട്ട പോത്തുംകുട്ടീനെ വരെ നമ്മുടെ ഫാം എത്തിച്ചു കൊടുക്കണം കേട്ടാ. അപ്പൊ സുമേഷ് ചേട്ടാ, കിടിലം നല്ലൊരു പോത്തിന്റെ വീഡിയോ ആയിട്ട് അടുത്ത് വരണമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഏൽപ്പിച്ചെടുക്കും അല്ല. അപ്പൊ നമ്മുടെ കസ്റ്റമറും കർഷകരും പേടിക്കേണ്ട. നോക്കിയാൽ നമ്മുടെ ഫാം എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കിടിലം വീഡിയോസ് ആയിട്ട് വരണമായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് മുന്നേ ബൈ.